ലഹരി ഉപയോഗം തടയാനായിട്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വയലൻസിലേക്കോ അല്ലെങ്കിൽ അത് ഇറപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട ഒരു സംഗതി വരുന്നത്. ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം എപ്രകാരമോ ആ സെറ്റിൽ തന്നെ അത് പരിഹരിക്കപ്പെടുകയോ സൈലൻസ് ആയിട്ടോ പോവുക ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴും കൂടുതലും സ്ത്രീകളാണ് ഇതിനെക്കുറിച്ച് വേവലാതി പറഞ്ഞത്. അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെ നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിപ്പോ ഇന്നത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് നോക്കാം. ഞങ്ങൾ വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സിനിമ എന്ന് പറയുന്നതിന് അതിൽ ഒരു ഏറ്റവും ശക്തമായ ഒരു കലാരൂപമല്ലേ. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മറികടന്ന് സിനിമ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു അവസാനമല്ല, ഇതൊരു പക്ഷേ പുതിയൊരു തുടക്കമായി നമുക്ക് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറയണം എന്ന് ഉണ്ട്. അതായത് നയരൂപീകരണ സമിതി ഈ അവസാന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇതിന്റെ ഡാറ്റ കളക്ഷനും ഈ പോളിസിയുടെ മെയിൻ ഡ്രാഫ്റ്റിംഗും നടത്തുന്നത്. അവരുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ചേർന്ന ചർച്ചയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ ആശങ്കകൾ പറഞ്ഞു. തുടർന്ന് ഈ റെഗുലേറ്ററി അതോറിറ്റി മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ ഞങ്ങൾക്ക് ഉണ്ട് ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നയരൂപീകരണ സമിതിയിൽ ഈ ഒരു നയരൂപീകരണ സമിതിക്ക് ഇനി അങ്ങോട്ട് പോളിസിയിൽ എന്തെങ്കിലും ചെയ്യാൻ റോളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ സംഘടനകളെയും കേൾക്കുകയാണ് ചെയ്യുന്നത്. സംഘടനകളെ കേട്ടിട്ട് ആ എക്സ്റ്റേണൽ ഏജൻസി ഒരു ഡാറ്റ ഉണ്ടാക്കുകയും അവരൊരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് സംഘടനകൾക്ക് കൈമാറിയിട്ട് സംഘടനകൾ അതിന്റെ ഭേദഗതി വരുത്തുകയും ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെയാണ് അടുത്തത് കേൾക്കുന്നത്, സാങ്കേതിക പ്രവർത്തകരെയും തൊഴിലാളികളെയും. അപ്പൊ എന്റെ സംഘടന ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായി ആ ചർച്ചയിൽ പങ്കെടുക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നെ ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കത്തയച്ചിട്ടുണ്ട്. ഒരു സിറ്റിങ്ങിനായിട്ട് മാത്രം ഒഴിവാക്കാൻ പറ്റില്ല.